കടൽക്ഷോഭത്തിൽ തകർന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടത് അവർ ആകെ 5 പേർ മാത്രമായിരുന്നു. 16 വയസ്സുകാരൻ പൈ എന്ന ആൺകുട്ടിയും കാലൊടിഞ്ഞ ഒരു സീബ്രയും ഒരു കഴുതപ്പുലിയും ഒരു പെണ്ണൊറാങ്കുട്ടനും പിന്നെ 200 കിലോ തൂക്കം വരുന്ന റിച്ചാർഡ് പാർക്കർ എന്ന കടുവയുമായിരുന്നു ആ 5 പേർ. പസഫിക് കടലിന്റെ അനന്ത നീലിമയുടെ പശ്ചാത്തലത്തിലൊരുങ്ങിയ അത്യപൂർവമായൊരു കഥയായിരുന്നു നോവൽ രൂപത്തിലും ചലച്ചിത്ര രൂപത്തിലും ലക്ഷക്കണക്കിന് ആസ്വാദകരെ നേടിയ ലൈഫ് ഓഫ് പൈ. നടുകടലിൽ ഒറ്റപ്പെട്ടു പോയ 16-കാരനായ പൈ പിന്നീട് അതിതീവ്ര ശ്രമങ്ങൾക്കൊടുവിലാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കഥ നാം നെഞ്ചെടുപ്പോടുകൂടി കണ്ടുതീർത്തത്. ഇപ്പോഴിതാ ഈ കഥക്ക് സമാനമായ വാർത്തയാണ് ഇറ്റലിയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ അഭയാർത്ഥികളുമായി പുറപ്പെട്ട കപ്പൽ തകർന്ന 3 ദിവസം കടലിൽ ഒഴുകി നടന്നത് ഒരു 11-കാരിയായിരുന്നു. കൊടും തണുപ്പിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെയാണ് ഈ 11-കാരി ഇപ്പോൾ തന്റെ പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത്. ഇറ്റലിയിലെ ലാംപഡൂസ ദ്വീപിന് സമീപത്തു നിന്നാണ് ദിവസങ്ങളായി കടലിൽ ഒഴുകി നടന്ന പെൺകുട്ടിയെ സന്നദ്ധ പ്രവർത്തകർ രക്ഷിച്ചത്. ട്യൂണേഷ്യയിൽ നിന്ന് 45 അഭയാർത്ഥികളുമായി പുറപ്പെട്ട കപ്പൽ തകർന്ന് ശേഷിച്ചവർ മരിച്ചതായാണ് വിവരം. കോമ്പസ് കളക്ടീവ് എന്ന ജർമ്മൻ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് പെൺകുട്ടിയെ രക്ഷിച്ചത്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ മറ്റൊരു രക്ഷാപ്രവർത്തനത്തിനായി പോയ സന്നദ്ധ പ്രവർത്തകനാണ് കടലിൽ ഒഴുകി നടന്ന പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഫാക്സിൽ നിന്ന് യാത്ര പുറപ്പെട്ടതായിരുന്നു പെൺകുട്ടി അടക്കമുള്ള അഭയാർത്ഥികളുടെ സംഘം. മെഡിറ്ററേറിയൻ കടലിൽ നിന്ന് കാറ്റിലും കോളിലും പെട്ടാണ് കപ്പൽ തകർന്നത്. ലൈഫ് ജാക്കറ്റുകളും ടയർ ട്യൂബുകളുമാണ് സിയോറ ലിയോൺകാരിയായ കുട്ടിക്ക് രക്ഷയായത്. എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനിടയിലും പെൺകുട്ടിയുടെ നിലവിളി കേൾക്കാനായതാണ് രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായത്. തണുപ്പിലും വെള്ളവും ഭക്ഷണവുമില്ലാതെ കടലിൽ കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും 11-കാരിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞത്. യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം വർദ്ധിക്കുന്നതിനിടെ കടൽ കടക്കാൻ ശ്രമിച്ച് അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണവും ഏറെയാണ്. യൂറോപ്പിലേക്ക് എത്താനായി ഉപയോഗിക്കുന്ന ഏറ്റവും അപകടകരമായ പാതയാണ് ടുണേഷ്യ, ലിബിയ, ഇറ്റലി, മാൾട്ട എന്നിവിടങ്ങളിൽ നിന്ന് കടൽ വഴിയുള്ളത്.